ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഓവൻ ഇല്ലാതെയും ഓവൻ ഉപയോഗിച്ചിട്ടും തയ്യാറാക്കുന്നത് നോക്കാം. ചോക്ലേറ്റ് കപ്പ് കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പുളിയില്ലാത്ത മോര് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് ചെറു ചൂടുള്ള പാല് വേണം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർക്കാം. 1 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ല പോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. 1/3 കപ്പ് വെജിറ്റബിൾ ഓയിൽ, പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയില്ലാതെ നല്ലപോലെ തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കണ്ടോ, ഇതിന്റെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇനി നമുക്ക് ഗ്രീസ് ചെയ്തിരിക്കുന്ന മഫിൻ ട്രേയിലേക്ക് പേപ്പർ മോൾഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ പകുതി വരെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-22 മിനിറ്റ് സമയത്തേക്കൊന്ന് ബേക്ക് ചെയ്യാം. ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലത്തെ 4 ചെറിയ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഈ കപ്പിൻ്റെ പകുതി വരെ മാത്രം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു കടായിൽ വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. കടായിൽ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ഇഡലിത്തട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് സമയം നമുക്കിത് മീഡിയം ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് വലിയ ബർണറിൽ വെച്ചിട്ടാണ്. ഈ ഹോള് നമുക്കൊരു കടലാസ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഹീറ്റ് ഇതിലൂടെ പുറത്തേക്ക് പോകും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകമൊക്കെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഓരോ കപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റ് സമയം നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നമ്മൾ ഓവനിൽ വെച്ച കപ്പ് കേക്കും റെഡി ആയിട്ടുണ്ട്. ഓവനിൽ വെച്ച് തയ്യാറാക്കിയപ്പോൾ 20 മിനിറ്റാണ് ഇത് ബേക്ക് ആവാനായിട്ട് വേണ്ടി വന്നത്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായ മോയിസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. കഴിക്കാനും നല്ല രുചിയാണ്. പിന്നെ നമ്മൾ ചെറിയ കപ്പിൽ തയ്യാറാക്കിയത് അതിൻ്റെ ചൂട് കുറച്ചൊന്ന് മാറി കഴിയുമ്പോൾ തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാകും. എങ്ങാനും ഊരി പോരുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വിടിച്ചു കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായ ടേസ്റ്റി ആയ കപ്പ് കേക്കാണ്. ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ കപ്പ് കേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.